ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ജൂൺ 2. ഇന്ന് ഇൻട്രാഡേക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഇൻഡിഗയാണ്, ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുക്കുന്നത് സെൽ സൈഡാണ്, 50 ക്വാണ്ടിറ്റി ഇൻട്രാഡേ. ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ടെലഗ്രാം ചാനലിൽ ഇന്ന് മോർണിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ആ ഒരു സ്ക്രീനർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ചധികം സ്റ്റോക്കുകൾ സ്ക്രീനറിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കണ്ടീഷനാണ് പ്രീവിയസ് ഡേയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക്. ട്രെൻഡിങ് മീൻസ് ഒരു ക്ലീൻ ട്രെൻഡ്, അത് either അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ശരി, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ശരി. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ബൈ എൻട്രി എടുക്കും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ സെൽ എൻട്രി എടുക്കും. അപ്പോൾ ഇന്ന് ഓവറോൾ മാർക്കറ്റൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ, ഒരു ക്ലീൻ സ്ട്രക്ചർ തന്ന സ്റ്റോക്ക് ഞാൻ ചൂസ് ചെയ്തു. ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് മീൻസ് ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഒരു റെഡ് ക്യാൻഡിൽ, പിന്നെ ഈ ഒരു ഫസ്റ്റ് പുൾ ബാക്കിലാണ് ഞാൻ എൻട്രി എടുത്തിരുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് മൂവ്. ഇവിടെ നമുക്ക് കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് വന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത സമയത്താണ് ആ ഒരു എൻട്രി എടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലോട്ട് വന്ന സമയത്ത്. അപ്പോൾ സിമ്പിൾ എൻട്രി ആണ്. അപ്പം സിമ്പിൾ സ്ട്രാറ്റജി കൂടിയാണ്. ഓക്കെ, പല ആൾക്കാരും ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ആണ് എന്നുള്ളത്. സോ വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാൻ 1:2 ആണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് എന്തായാലും ഈ ഒരു ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലോട്ട് കീപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ടാർഗറ്റ് ഒരു 1:2 ഇനീഷ്യലി ഞാൻ വെക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ചെറിയ പ്രോഫിറ്റൊക്കെ തന്നിട്ടുണ്ട്, ഇപ്പോഴും പ്രോഫിറ്റിലാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക്. കാരണം ഇപ്പം ഞാൻ ആ ഒരു സെൽ എൻട്രി എടുത്തിരുന്നത് ഫസ്റ്റ് പുൾ ബാക്കിലാണ്. ഒന്ന് താഴോട്ട് പോയി, അത്യാവശ്യം പ്രോഫിറ്റ് തന്നിരുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു പുൾ ബാക്ക് തന്നു, നോർമൽ പുൾ ബാക്കാണ്, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ച് താഴോട്ട് പോകുന്നതിന് പകരം മാർക്കറ്റിൻ്റെ ഈ ഒരു ലോയിൽ മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. താഴോട്ട് പോകുന്നില്ല, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഒന്നുകിൽ റിവേഴ്സിൽ പോകാം, അല്ലെങ്കിൽ സൈഡ് വേസ് പോകാം. ഇതാണ് എൻ്റെ വ്യൂ. അല്ലെങ്കിൽ മാർക്കറ്റ് നേരെ ഇവിടുന്ന് പുൾ ബാക്ക് നേരെ താഴോട്ട് പോയിരുന്നേനെ എൻ്റെ ഒരു വ്യൂ കറക്റ്റ് ആയിരുന്നെങ്കിൽ. പക്ഷേ മാർക്കറ്റ് വീണ്ടും ഹോൾഡ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്ട്രക്ചർ, മാർക്കറ്റ് എനിക്ക് ഈ ഒരു ഹിൻഡ് തന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം ഹോൾഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കോസ്റ്റിൽ നിന്ന് ചെറിയ ലോസ്, അല്ലെങ്കിൽ കോസ്റ്റിൽ ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. കാരണം അതാണ് നമ്മുടെ മാർക്കറ്റ് നമ്മളോട്, ഈ ഒരു ചാർട്ട് അതാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാനത് ലിസൺ ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇൻഡിക്ക് തന്നിട്ടുണ്ട് അപ്പ് സൈഡിൽ. അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ എൻ്റെ കോസ്റ്റിൽ അല്ലെങ്കിൽ ചെറിയ ലോസിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഡിസിഷൻസ് എടുക്കണം. അതായത് നമുക്ക് ചാർട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്നോട് ചാർട്ട് എന്താണോ പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ റോങ് ആവാം, ബട്ട് ഈ ഒരു സമയത്ത് എനിക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റിയത് അത് ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡിസിഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇമോഷണൽ ഡിസിഷൻ അല്ല, റൈറ്റ്? കാരണം മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ പറയുന്നുണ്ട് എക്സാക്ട്ലി ഇവിടുന്ന് റിവേഴ്സലിൻ്റെ പോസിബിലിറ്റി ഉണ്ട് എന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡിങ് മൂവ്മെൻറ്റ് നടത്തി, ഏകദേശം പുൾ ബാക്ക് എടുത്തു. ആൻഡ് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പം ഫസ്റ്റ് പുൾ ബാക്ക് നോർമലി ട്രെൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, ഒരു 60-70%. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് പോകുന്നതിന് പകരം അവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡ് തന്നിട്ടുണ്ട്. സോ ദറ്റ് മീൻസ് ഈ ഒരു സ്റ്റോക്കിൽ അത്ര ഇൻട്രാഡേ വീക്ക്നെസ് ഇല്ലെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാം, റൈറ്റ്? അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നെങ്കിൽ ഇവിടുന്ന് സൈഡ് വേസ് ആകാം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇക്വിറ്റിയിലില്ല. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമല്ല, നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സ് ഇക്വിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.